എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു കുമ്പളങ്ങ പുളിങ്കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തിയ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ കുമ്പളങ്ങ എടുത്തിരിക്കുന്നത്. കൂടെ ഒരു 2 നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻ പുളി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-12 ചുവന്നുള്ളി. ഇത്രയും കഷ്ണങ്ങളാണ് നമ്മൾ ഈ കറിക്ക് ഉപയോഗിക്കുന്നുള്ളൂ. വേറെ കഷ്ണങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ചുവന്നുള്ളി, കുമ്പളങ്ങി. അപ്പോൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 8 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതൊന്ന് ചുവക്ക വറുത്ത് എടുക്കണം. പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക്, ഒരു 1/4 സ്പൂൺ ജീരകം. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെ ഈ പുളിങ്കറിക്ക്. ഗരം മസാല, വെള്ളുള്ളി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. ഒരു നാടൻ സ്റ്റൈൽ പുളിങ്കറിയാണ്. അപ്പോൾ മല്ലിയും മുളകും എല്ലാം കൂടി ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് നമ്മളേക്ക് ഒരു അരമുറി നാളികേരം ചിരവിയത്, ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ അരമുറി. അപ്പോൾ ആ തേങ്ങ കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. നാടൻ കുമ്പളങ്ങ കറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ തേങ്ങയും മുളകും മല്ലി എല്ലാം കൂടി ഇതേപോലെ നല്ല ചുവന്ന് കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു അല്പം കരിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കരിവേപ്പില കൂടി ചേർത്ത് നമ്മൾക്കതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മളത് ഫ്ലെയിം ഓഫ് ആക്കി വയ്ക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളതൊന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനത് ഇതുപോലെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് അവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ആ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഈ വലിപ്പത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ആ 10-12 ചുവന്നുള്ളി വളരെ പൊടിയാവൊന്നും വേണ്ട, 2ആയി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ആവശ്യത്തിന് നികര വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് 6-7 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഞാനത് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹാഫ് വേവേ ആയിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ പുളിവെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പുളി ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മൾ ആ പുളിങ്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വറുത്തരച്ചതായത് കൊണ്ട് തന്നെ നല്ലപോലെ പുളിയും ഉപ്പൊക്കെ വേണം. അപ്പോൾ നമ്മൾ ഒന്നുകൂടി അത് അടച്ചു വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് കൂടി നമ്മൾക്ക് അത് വേവിച്ചെടുക്കണം. കുമ്പളങ്ങ ആയാലും അതിലേക്ക് ആ മസാലയും ഉപ്പും എല്ലാം പിടിച്ച് വരണം. അപ്പോൾ നമ്മളത് കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന ആ അയവിലേക്ക് കറി ആക്കിയിട്ട് നമ്മളതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ നല്ലപോലെ തിളപ്പിക്കുന്ന സമയത്ത് ആ കറികളുടെ ടേസ്റ്റൊക്കെ ആ കുമ്പളങ്ങ വലിച്ചെടുത്തോളും. കുമ്പളങ്ങയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എന്തിൽ കറി വയ്ക്കുന്ന അതിൻ്റെ കംപ്ലീറ്റ് രുചിയും ആ കുമ്പളങ്ങയിലേക്ക് വലിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ വെക്കുമ്പോൾ നമുക്കതിലേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കറിയൊക്കെ നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് ഇവിടെ കറക്റ്റായിട്ട് ആ കുറുകിയ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബ്രൗൺ നിറമായിട്ട് നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഉപ്പും നോക്കുന്നുണ്ട്. കുറച്ച് പോരായ്ക ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ഞാൻ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം പുളിങ്കറി ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഉപ്പും എരിവും നല്ലപോലെ ഉണ്ടാവണം. ഇനി ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് കണ്ടീഷനായിട്ടുണ്ട്. ഇനി അതിലേക്കൊരു വറവാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു തവ അടുപ്പത്ത് വയ്ക്കുക. 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടാകുന്ന സമയത്ത്
നമ്മൾ കയ്യിലേക്ക് ഒരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു 4-5 വറ്റൽമുളക്, പിന്നെ അതിലേക്ക് ഒരു 2 തണ്ട് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടി ഒരു ഭംഗിക്ക് വേണ്ടി അതും ചേർത്ത് നമ്മൾ നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ അടിപൊളി കുമ്പളങ്ങ പുളിങ്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ നല്ലൊരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഇത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ചോറിൻ്റെ കൂടെ ഈ ഒഴിച്ചുകറിയും പിന്നെ നമ്മൾക്ക് കുറച്ച് ചിക്കൻ വറുത്തതും കൂടി ഉണ്ട്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.